വിശന്നു വലിഞ്ഞു നടന്ന ആദാം ഹൗവയും ഒരു മരം കണ്ടു. അതിലെ ഒരു പഴം ഔവ എടുത്ത് കഴിക്കാൻ പോകുമ്പോൾ ആദാം എതിർക്കുന്നു. അതേസമയം അവിടെ വന്ന പിശാച് അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ അത് കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ സമയം ദൈവം ഇത് കാണുകയുണ്ടായി. ദൈവം അവരെ ശപിക്കുന്നു. തെറ്റ് ചെയ്തു നീ ആദാമേ, ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ആണിന്റെ വാരിയിലെടുത്ത് പെണ്ണുണ്ടാകും, അവൾ ഗർഭിണിയായി 10 മാസം നൊന്ത് പ്രസവിക്കപ്പെടും. ഇത് കേട്ട ആദാവും ഹൗവയും പേടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ദൈവം അരുൾ ചെയ്തു, കന്യക ദിവ്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ പാവം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അപ്പോഴാണ് വെറും 30 കാശിന് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ യേശു തോറ്റുപോയി. ചാട്ടവാറ് കൊണ്ട് യേശുവിനെ അടിച്ചടിച്ച് അവർ കൊന്നു. എന്നിട്ട് എന്തുണ്ടായി? മുറിവേറ്റ യേശുവിന് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഒത്തിരി വലുതായിരുന്നു. ദാ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു.